സ്വാഗതം വാർ ഇമ്പാക്റ്റിലേക്ക്. ഈ യുദ്ധവും എണ്ണ പ്രതിസന്ധിയുമൊക്കെ ഏറ്റവും കൂടുതൽ മുതലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ആരാണ്? അത് അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ എണ്ണ ഉൽപ്പാദന കമ്പനികൾ തന്നെയാണ്. അതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. എന്തൊക്കെയാണ് അവർ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്, വിതരണത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്, ഇത് എണ്ണ ഉൽപ്പാദനത്തിലും വിതരണത്തിലും എങ്ങനെ വലിയ ലാഭത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നുള്ളതാണ് വിശദമായി പരിശോധിക്കുന്നത്. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽ എണ്ണ വിലയിൽ വർധനയുണ്ടായി തുടങ്ങി. അത് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ ഏകദേശം 47% വർധനയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $100 ഇപ്പോൾ കടന്നിട്ടുണ്ട്. എങ്ങനെയാണ് അമേരിക്കൻ കമ്പനികൾ ലാഭമുണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതായത് ഈ എണ്ണവിലയിൽ തുടരുകയാണെങ്കിൽ 2026-ൽ, അതായത് ഈ വർഷം പൂർത്തിയാകുമ്പോൾ അമേരിക്കൻ എണ്ണ കമ്പനികൾ എത്രമാത്രം ലാഭമുണ്ടാക്കും എന്നാണ് കാണാൻ പോകുന്നത്. അമേരിക്കൻ എണ്ണ ഉൽപ്പാദകർക്ക് $63.4 ബില്യൺ അധിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്ക് അവതരിപ്പിക്കുന്നത് റിസ്റ്റാർട്ട് എനർജിയാണ്. കണക്ക് പറയുന്നത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 5.87 ലക്ഷം കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുക. നമുക്കൊരു താരതമ്യ പഠനത്തിന് വേണ്ടി പറഞ്ഞാൽ കേരളത്തിൻ്റെ ബജറ്റ് ചെലവിനേക്കാൾ, ഒരു വർഷത്തെ ബജറ്റ് ചെലവിനേക്കാൾ 3 ഇരട്ടിയിലധികം വരും ഈ ലാഭത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനി ഈ മാസത്തെ മാർച്ച് മാസത്തെ അവരുടെ ഒരു ലാഭക്കണക്കിലേക്ക് വന്നാൽ അത് പറയുന്നത് ജെഫ്രീസ് എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ കണക്കാണ്. അവർ പറയുന്നത് മാർച്ച് മാസത്തിൽ മാത്രം അമേരിക്കൻ കമ്പനികൾക്ക് $5 ബില്യൺ അധിക ലാഭം ലഭിക്കും എന്നുള്ളതാണ്. അതായത് $500 കോടി ഒരു മാസം ലഭിക്കുക. ഇനി ഈ സംഘർഷമൊക്കെ നിലനിൽക്കുമ്പോഴും എങ്ങനെയാണ് അമേരിക്കയിൽ എണ്ണ ഉൽപ്പാദനം നടക്കുന്നത് എന്ന് നോക്കാം. കാരണം ടെക്സസിലും, അവരുടെ മണ്ണിൽ ടെക്സസിലും അതുപോലെ ന്യൂ മെക്സിക്കോയിലെയും പെർമിയൻ ബേസിൽ ആണ് ഇവരുടെ എണ്ണ ഉൽപ്പാദനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷമൊന്നും ഒരു തരത്തിലും ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ എണ്ണയുടെ ഒരു പ്രത്യേകതയാണ്, അത് സ്വീറ്റ് ക്രൂഡാണ്. ഇത് പെട്രോളും ഡീസലുമാക്കി മാറ്റാൻ എളുപ്പമാണ്. ഇതിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡുമാണ്. അതുകൊണ്ട് തന്നെ എണ്ണയുടെ വില ഉയരുമ്പോൾ അതൊരു അധിക ലാഭമായി അമേരിക്കയുടെ കൈകളിലേക്ക്, അമേരിക്കൻ എണ്ണ കമ്പനികളിലേക്ക് തന്നെ എത്തുകയാണ്. മറിച്ച് ഇനി ആഗോള കമ്പനികൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഇക്കാര്യത്തിൽ എന്താണ് എന്ന് നോക്കാം. പ്രത്യേകിച്ച് ചില കണക്കുകൾ പ്രകാരം എക്സോൺ മൊബിൽ, ഷെല്ല്, BP തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികൾക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ട്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ ഇവരുടെ ഉൽപ്പാദനത്തെയും കയറ്റുമതിയെയും അത് ബാധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം അമേരിക്കയുടെ എണ്ണ ഉൽപ്പാദനം, അതിൻ്റെ വിതരണം എങ്ങനെ എന്നത് മറ്റ് എണ്ണ കമ്പനികളെ, മറ്റ് രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ എണ്ണ കമ്പനികളെ അപേക്ഷിച്ച് വേറിട്ടതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്ക ഈ യുദ്ധഭൂമിയിൽ നിന്ന് വളരെ അകലെയായതിനാൽ അവിടുത്തെ എണ്ണ ഉൽപ്പാദനത്തിന് യാതൊരു തടസ്സങ്ങളുമില്ല എന്നാണ് കാണേണ്ടത്. മറ്റൊന്ന് ഈ ഷേൽ ഓയിൽ വിപ്ലവമാണ്. അമേരിക്കയുടെ ഷേൽ ഓയിൽ വിപ്ലവം എന്താണ് എന്ന് പരിശോധിക്കാം. അമേരിക്കയിലെ നമ്പർ 1 എണ്ണ ഉൽപ്പാദകരാക്കി മാറ്റിയത് ഈ ഒരു ഷേൽ വിപ്ലവമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആ സാങ്കേതിക വിദ്യ എന്താണ് എന്ന് നോക്കാം. റഷ്യയെക്കാളും സൗദി അറേബ്യയെക്കാളും ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഷേൽ വിപ്ലവം വഴിയാണ് അത് സാധ്യമാക്കുന്നത്. ലോക വിപണിയിൽ എണ്ണയ്ക്ക് ക്ഷാമം നേരിടുമ്പോഴും യാതൊരു തടസ്സമില്ലാതെ എണ്ണ ഉൽപ്പാദനവും വിതരണവും നടത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എന്താണ് ഈ ഷേൽ ഓയിൽ എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം മറ്റു രാജ്യങ്ങളൊക്കെ പരമ്പരാഗതമായി എണ്ണ കിണറുകളിൽ നിന്നും അത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്നും ഒക്കെ എണ്ണ എടുക്കുമ്പോൾ അമേരിക്ക എണ്ണ ഉൽപ്പാദനം നടത്തുന്നത് ഷേൽ പാറക്കെട്ടുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഷേൽ പാറക്കെട്ടുകളിൽ എണ്ണ ഉൽപ്പാദനം വളരെ എളുപ്പത്തിൽ അവർക്ക് സാധ്യമാക്കാൻ കഴിയുന്നു. ഏത് സാഹചര്യത്തിലും ഉൽപ്പാദനം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അവർക്ക് കഴിയുന്നുമുണ്ട്. അതാണ് ഈ ഷേൽ വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത്. ഇത്തരത്തിൽ അമേരിക്ക എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദന ചെലവ് അതങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ എണ്ണയ്ക്ക് 47% വർധന ഉണ്ടായെങ്കിലും, എണ്ണവിലയിൽ വർധന ഉണ്ടായെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് എണ്ണ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അധിക ലാഭം, ഈ 47%, അത് ഇനിയും കൂടിയേക്കാം. ആ അധിക ലാഭം അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് നേരിട്ട് എത്തുകയാണ് എന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിലാണ് ഈ ഒരു വൻ സാമ്പത്തിക ലാഭത്തിലേക്ക് അമേരിക്കൻ എണ്ണ കമ്പനികൾ പോകുന്നത്. അപ്പോൾ കണക്കുകൾ പറയുന്നു, അതായത് ഒരു ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ $40-50 ചിലവ് വരുമ്പോൾ $100 ഒരു ബാരലിന് വിൽക്കാൻ കഴിയുന്നു. അത്രയധികം ലാഭം, മാർജിൻ
അമേരിക്കൻ കമ്പനികൾക്ക് ഈ ഒരു എണ്ണ ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഇരട്ടി ലാഭം ഉണ്ടാക്കുന്നതിനെയാണ് വിൻഫോൾ പ്രോഫിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എണ്ണവില കൂടുമ്പോൾ സ്വാഭാവികമായും അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കൂടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് ശക്തി പകരുന്ന ഒരു കാര്യമാണ്. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം നേരിടുമ്പോൾ ആ ഒരു വിടവ് നികത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള 20 മില്യൺ ബാരലിൻ്റെ എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടുകൂടി എണ്ണ ഉൽപ്പാദനത്തിൽ അമേരിക്ക കൂടുതൽ ആധിപത്യം നേടിയിരിക്കുന്നു. എണ്ണവില ഉയർന്നതോടുകൂടി എണ്ണ വിതരണത്തിലും എണ്ണ കച്ചവടത്തിലും അമേരിക്ക സർവാധിപത്യം നേടിയിരിക്കുന്നു.